എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങളെല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഈ ഇടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതം, ഒരു എൻകൗണ്ടറിനെ കുറിച്ച് നിങ്ങളോട് ഒരു സാക്ഷി പറയാനായിട്ടാണ് ഞാൻ ഈ സമയം എടുക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 നവംബർ 20 ഞാൻ വടക്കേ ഇന്ത്യ മിഷന് വേണ്ടി ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ കടന്നു പോകുമായിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂരിലെത്തി. അവിടെ ഒരു ദിവസം എനിക്ക് ശുശ്രൂഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാനും ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരി, അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോട്ടലിൽ എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഹോട്ടലിൽ പോയിരുന്നു. അതുവരെ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നന്നായിരുന്നു. അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ തൊണ്ട ഒരു പുകഞ്ഞ ഒരു ചുമ ഉണ്ടായെന്ന് വെച്ചാൽ അതിനെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ചുമയായിരുന്നു. ആ ചുമ ഉണ്ടായപ്പോൾ എനിക്ക് കഫം വന്നു. ഞാൻ കഫമായിരിക്കുമെന്ന് വിചാരിച്ച് പോയി ബേസിനിൽ തുപ്പുമ്പോൾ അത് മുഴുവനും ബ്ലഡായിരുന്നു. എൻ്റെ വാ നിറയെ ബ്ലഡായിരുന്നു. എന്തായാലും ഒരു കുറവില്ലാതെ ഒരു 50 ml ഇരിക്കും ബ്ലഡ്. അപ്പോൾ ഈ ബ്ലഡ് ഇങ്ങനെ ശ്രദ്ധിച്ച ഉടനെ എൻ്റെ കൂടെ ഇരുന്ന ഡോക്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് സയൺ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ പോയിട്ട് ഡോക്ടർ എനിക്ക് ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തു. പിന്നെ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത്, യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്തു. കാരണം അത് വയറ്റിൽ നിന്ന് വരുന്നതാണോ, അല്ലെങ്കിൽ ആൾറെഡി എനിക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിൽ കൂടി ഒരു സ്റ്റെൻ്റ് അകത്തുണ്ട്. ഒരു പക്ഷേ ഇത് ഹാർട്ടിൽ നിന്ന് വരുന്നതാണോ ലങ്സിൽ നിന്ന് വരുന്നതാണോ എന്ന് നോക്കാനായിട്ട് അവർ ഏറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ഇടതുവശത്ത് ലങ്സിൽ ഒരു ഫംഗൽ വൈറസ് ഉണ്ടായിട്ടുണ്ട്. അത് നല്ല വലിയതായിട്ടൊരു ഫംഗൽ വൈറസ്, നല്ല തിക്നെസ്സിലുണ്ട്. ഈ ഫംഗൽ വൈറസിൽ നിന്നാണ് ഈ ബ്ലീഡിങ് വരുന്നത്. കാരണം ഞാൻ എൻ്റെ യൗവനപ്രായത്ത് ബോംബെയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് TB ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ വെച്ച് തന്നെ നന്നായിട്ട് സൗഖ്യമായതാണ്. അതിനുശേഷം കഴിഞ്ഞ 37 വർഷങ്ങളായിട്ട് എനിക്ക് TBയുടെ ഏതൊരു പ്രശ്നവുമില്ല. അപ്പം ഈ ഫംഗൽ ഇൻഫെക്ഷൻ ആ സ്കാർസിനാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് എനിക്ക് മെഡിസിൻ തന്നു. കുഴപ്പമില്ല, പേടിക്കാനുള്ള ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മെഡിസിൻ തന്നു. ഒരാഴ്ച ഞാൻ മെഡിസിൻ കഴിച്ചിട്ട് അത് കുറച്ചായിട്ട് കുറഞ്ഞു വന്നു. അവസാനം ഞാൻ ചുമയ്ക്കുന്ന സമയം എന്തെങ്കിലും സ്ലൈറ്റായിട്ട് മാത്രമേ ആ കഫത്തിൽ കൂടി ഉണ്ടായിരുന്നു. ആദ്യം വന്നത് വെറും ബ്ലഡാണ്. അവസാനം ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നോർത്ത് ഇന്ത്യ പോകാതെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഫ്ലൈറ്റിൽ ഞാൻ ട്രിവാൻഡ്രം വന്നു. ഇവിടെ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഞാൻ ഊണിൻ്റെ മുമ്പേ ഇരിക്കുമ്പോൾ വീണ്ടും എൻ്റെ തൊണ്ട പുകഞ്ഞ ഒരു ചുമ ഉണ്ടായി. ആ ചുമ വന്ന ഉടൻ തന്നെ വീണ്ടും അതുപോലെ ബ്ലഡ് വാമിറ്റ് ഉണ്ടായി. ആ വാമിറ്റിങ്ങിൽ വീണ്ടും അതുപോലെ വാ നിറയെ ബ്ലഡ് തുപ്പാൻ ഇടയായി. ഉടൻ തന്നെ ഞാൻ പൊഞ്ചസ്ലി എന്ന് പറയുന്ന ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെ പോയിട്ട് അവർ വീണ്ടും എന്നെ എല്ലാ ബ്ലഡ് ചെക്കപ്പും മറ്റുള്ള അബ്ഡോമനും ലങ്സും എല്ലാം ഒരു ചെക്കപ്പ് ചെയ്ത് എക്സ്റേ ഒക്കെ എടുത്തു. അവസാനം അവരെന്നെ MRI സ്കാൻ ചെസ്റ്റിന് എടുക്കാനായിട്ട് MRI സ്കാൻ മെഷീൻ്റെ അകത്ത് വെച്ചു. അപ്പോൾ സ്കാൻ എടുത്ത് തീർന്നു വരുമ്പോൾ വീണ്ടും എനിക്ക് അതുപോലെ തൊണ്ടയിൽ ഒരു ഭയങ്കര ഇറിറ്റേഷനും അതുപോലെ ചുമയും ഉണ്ടായി. ഈ ചുമ വന്നപ്പോൾ അവർ പെട്ടെന്ന് എന്നെ MRI സ്കാൻ മെഷീനിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഞാൻ MRI സ്കാൻ മെഷീനിൽ എണീറ്റിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സർത്തലുണ്ടായപ്പോൾ ബ്ലഡ് വീണ്ടും ഞാൻ ഛർദ്ദിക്കുന്നു. എൻ്റെ കയ്യിൽ ഒത്തിരി ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ട് പിടിച്ച് അവിടെ ഇടുകയാണ്. എന്നിട്ടും സർത്തൽ നിൽക്കുന്നില്ല. പിന്നെ അവരൊരു ഡസ്റ്റ്ബിൻ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അതിൻ്റെ അകത്താണ് ഛർദ്ദിക്കുന്നത്. ഒരു ലങ്സിൽ നിന്ന് ഇത്രത്തോളം ബ്ലഡ് വരാൻ പറ്റുമോ എന്നുള്ളത് അവിടെ നിന്ന് എല്ലാവരുടെയും ഒരു ചോദ്യമായിരുന്നു. പെട്ടെന്ന് ഡോക്ടറൊക്കെ ഓടി വന്നു. എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ആ ഡസ്റ്റ്ബിനിൽ വീണ്ടും ശരിക്കും വാമിറ്റ് ചെയ്തു. ആ വാമിറ്റ് ചെയ്യുന്ന സമയം തന്നെ എനിക്ക് ശ്വാസമുട്ടുണ്ടായി. എനിക്ക് ശ്വാസിക്കാൻ പറ്റാതെയായി. ഉടൻ തന്നെ അവരെന്നെ അവിടെ ഇരുന്ന് പെട്ടെന്ന് ICUലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കാരണം ഒരു 15 ദിവസം ICUലായിരുന്നു. അപ്പം ഡെയിലി ഒരു 25-30 ബോട്ടിൽ ഇഞ്ചക്ഷൻസ് ട്രിപ്പിൽ കൂടി എനിക്ക് ഓടിക്കൊണ്ടിരുന്നു. മെഡിസിൻ അവർ തന്നു. പക്ഷേ എന്താണ് ശരിയായ പ്രശ്നം എന്നുള്ളത് അവർക്ക്
ലങ്സിൽ നിന്നാണ്, എന്നാലും എന്താണ് എന്നുള്ളത് ശരിക്കും പിടികിട്ടാൻ പറ്റിയില്ല. അപ്പോൾ ആ രീതിയിൽ 15 ദിവസം കുറച്ചായിട്ട് കുറഞ്ഞു വന്നു. അവസാനം ഞാൻ എണീറ്റ് നടന്നാൽ ഒരു കുഴപ്പമില്ല, ആ രീതിയിലായി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു. ഒരു കഴിയാനുള്ള മരുന്നൊക്കെ തന്നിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് വീണ്ടും അതുപോലെ എനിക്ക് തൊണ്ടയിലൊരു പുകഞ്ഞ ചുമ ഉണ്ടായി. അതിൽ കൂടി വീണ്ടും ബ്ലഡ് ഛർദ്ദിച്ചു. അപ്പോൾ ഇതെന്തോ ഒരു സീരിയസ് ആയ മാറ്റർ ആണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉടനെ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം കിംസിലേക്ക് കടന്നുപോയി. അപ്പം കിംസിൽ പോയിട്ട് വീണ്ടും അവർ എല്ലാ സ്കാനിങ്ങും എക്സ്റേയും മറ്റുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തു. ഇപ്പോൾ ചെയ്ത് നോക്കിയിട്ട് വേറെ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഇടതുവശത്തുള്ള ലങ്സിൽ നിന്നാണ് ഫംഗൽ ഇൻഫെക്ഷനിൽ കൂടി ഈ ബ്ലഡ് പുറത്തു വരുന്നത് എന്ന് അവർ കണ്ടെത്തിയത് മാത്രമല്ല, അതിൻ്റെ പേര് ആസ്പെർജിലോമ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഇതിന് മരുന്നില്ല. ഇത് സർജറി കൂടി മാത്രമേ ഇതിനെ ശരിയാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സർജറി ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അപ്പം എനിക്ക് സർജറി ചെയ്യുവാൻ ആഗ്രഹമില്ല. എങ്കിലും എനിക്ക് സർജറിക്കായിട്ട് അവരെന്നെ റെഡിയാക്കി. ഏതാണ്ട് അവിടെയും ഒരു 15 ദിവസം വീണ്ടും ഞാൻ ഐസിയുലിരിക്കുവാനിടയായി. ഇപ്പം കുറച്ചായിട്ട് അത് ബ്ലീഡിങ് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം അവർ തരുന്ന ടേബ്ലറ്റ് നോക്കിയപ്പോൾ അത് ഈ ട്രോപ്പിക് 500 എന്ന് പറയുന്ന ബ്ലീഡിങ് കുറയ്ക്കാനുള്ള ടേബ്ലറ്റാണ്. പക്ഷേ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ ഓപ്പറേഷൻ വേണ്ടി റെഡിയാക്കുമായിരുന്നു. അപ്പോൾ ഓരോ ദിവസം അവർ ചോദിക്കും, നാളെ ഓപ്പറേഷൻ ചെയ്യാമോ, നമുക്ക് സ്ലോട്ടുണ്ട് എന്ന്. അപ്പം എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി ഡോക്ടേഴ്സുണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞത് ആൾറെഡി ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, സ്റ്റെൻ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ലങ്സിൻ്റെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ക്രിട്ടിക്കലായി മാറാനുള്ള സാധ്യതകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട, നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു. ലോകം മുഴുവനും എനിക്കായിട്ട് പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, സഭകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ രീതിയിൽ എനിക്ക് ബ്ലീഡിങ് കുറഞ്ഞ് വന്നപ്പോൾ ഞാനപ്പം ഇനി നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. അപ്പോൾ 8ാമത്തെ നിലയിൽ നിന്നും ഒരു വീൽ ചെയറിൽ എന്നെ വെച്ച് ലിഫ്റ്റിൽ കൂടി താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ടുവന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് ഞാൻ വീൽ ചെയറിലിരുന്ന് പതുക്കെ എണീറ്റ് അടുത്തിരുന്ന ഒരു ചെയറിൽ ഇരുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ എണീറ്റ് അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് വരുമ്പോൾ ഇവിടെ ഇരുന്ന് ചോര അങ്ങ് പമ്പ് ചെയ്തതുപോലെ വന്ന് ഈ സ്ഥലം മുഴുവനും കൊള്ളങ്ങ് നിറഞ്ഞിട്ട് തൊണ്ടയിൽ ഇച്ചി വരുമ്പോൾ എന്നെ കൊണ്ടത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിലാണ് വരുന്നത്. അപ്പം അന്ന് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ ഇരുന്ന് ബ്ലഡ് വന്ന് എൻ്റെ ഈ സ്ഥലം മുഴുവനും നിറയുകയും ഇവിടെ ഇരുന്ന് പെട്ടെന്ന് ഞാൻ വോമിറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ വോമിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒത്തിരി ബ്ലഡ് വോമിറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം എൻ്റെ മൂക്കിൽ കൂടി ബ്ലീഡിങ് വരുന്നു. ബ്ലഡ് അങ്ങ് ചോര ഒഴുകുന്നു, ടാപ്പ് തുറന്നതുപോലെ ഒഴുകുന്നു. അപ്പോൾ വായിൽ കൂടി മൂക്കിൽ കൂടി ഒറ്റ സമയത്ത് ബ്ലീഡിങ് വരാൻ തുടങ്ങിയത് കൊണ്ട് എനിക്ക് ബ്രീത്തിങ് അകത്ത് പോകുന്നില്ല, ശ്വാസം വിടാൻ പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് ശ്വാസം മുട്ടി ഞാൻ ശ്വാസം വിടാനായിട്ട് വളരെ കഷ്ടപ്പെടുന്നു. പക്ഷേ ഇങ്ങനെ ബ്ലീഡിങ് വന്ന ഉടൻ തന്നെ എന്നെ കൊണ്ടുവന്ന ആ ചെറുക്കനെ എന്നെ വീണ്ടും തൂക്കി പെട്ടെന്ന് വീൽ ചെയറിൽ ഇരുത്തി വേഗമായിട്ട് അടുത്തിരിക്കുന്ന കാഷ്വാലിറ്റി അകത്ത് കൊണ്ടുപോയി. അതൊരു വലിയ കാഷ്വാലിറ്റിയാണ്. ഒത്തിരി മെയിൽ ഡോക്ടേഴ്സും ഫീമെയിൽ ഡോക്ടേഴ്സും അവിടെ ഉണ്ട്, മെയിൽ നേഴ്സും ഫീമെയിൽ നേഴ്സും ഉണ്ട്. വളരെ ബിസിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ധാരാളം പേരെ കൊണ്ടുവരികയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരിക്കുന്നു. ഒരു വലിയ ഹോസ്പിറ്റലാണത്. അപ്പോൾ എന്നെ അകത്ത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഒട്ടും ശ്വാസം വിടാൻ പറ്റുന്നില്ല. മൂക്കിൽ കൂടിയും വായിൽ കൂടിയും ബ്ലീഡിങ് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവരെന്നെ പെട്ടെന്ന് അവിടെ ഇരുന്ന ഒരു ബെഡിൽ കിടക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് കിടക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ജീവൻ പോകുന്നു. കുറച്ചെങ്കിലും ഒരു ശ്വാസം പോകുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ കംപ്ലീറ്റായിട്ട് ബ്ലോക്ക് ആയതുപോലെ ആയി. അപ്പോൾ എനിക്ക് എന്തു ചെയ്യാമെന്നറിയില്ല. ഞാൻ ദൈവമേ സംസാരിക്കാനും പറ്റുന്നില്ല. ഞാനങ്ങ് പിടയ്ക്കാണ് എൻ്റെ ജീവിത രക്ഷയ്ക്കായിട്ട്. അപ്പോൾ എൻ്റെ മക്കൾ, എൻ്റെ മൂന്ന് മോനും എൻ്റെ കൂടെ ഉണ്ട്. അവർ വേഗം അകത്ത് ഓടി വന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞ് എൻ്റെ പപ്പയ്ക്ക് ഒരു അവിൽ ഇഞ്ചക്ഷൻ ഇടണേ. അവിൽ ഇഞ്ചക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ബ്രീത്തിങ് പ്രോബ്ലം എനിക്ക് ഉടൻ നിൽക്കും. ആ ഒരു ഇഞ്ചക്ഷനിലേ അത് നിൽക്കത്തുള്ളൂ. അപ്പോൾ അവരൊന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യില്ല. ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യില്ല. അവർ വീണ്ടും എല്ലാ റിപ്പോർട്ടൊക്കെ നോക്കണം. സോ അവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് എക്സ്റേ മെഷീൻ വിളിച്ചു. അവർ എക്സ്റേ മെഷീൻ കൊണ്ടുവന്നു, ബാക്കിയുള്ള സ്കാനിങ് എല്ലാം കൊണ്ടുവന്നു.
അവരെന്നെ ചെക്കപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ എനിക്കിവിടെ ശ്വാസം വിടാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ജീവൻ പോകുന്നു. എൻ്റെ BP 200 കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അവസാന രീതിയിലായി. ഞാൻ ബെഡിൽ അവർ കിടക്കാൻ പറഞ്ഞു, ഞാൻ ബെഡിൽ കിടന്നില്ല, ഞാൻ ബെഡിൽ നിൽക്കുകയാണ്, എൻ്റെ തലയിൽ കവിച്ച് നിൽക്കുകയാണ്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ശ്വാസം വിടണം, ഒക്കെ ശ്വാസം പോകുന്നില്ല, ഇനി പോകത്തില്ല, ആ രീതിയിലായി. ഏതാണ്ടും ഒരു 90% മുകളിൽ ഞാൻ മരിക്കാനിടയായി. ആ രീതിയിൽ എനിക്ക് ഒട്ടും ശ്വാസം വിടാൻ പറ്റുന്നില്ല, എൻ്റെ ശരീരം കുഴഞ്ഞു പോവുകയാണ്. ഞാനിപ്പം എൻ്റെ ശരീരം താഴെ വീഴും. ആ രീതിയിൽ ഇരിക്കുമ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ആ ബെഡിൽ അങ്ങനെ മുട്ടുകുത്തി അങ്ങനെ ഇരുന്നു. മുട്ടുകുത്തി ഇരിക്കുമ്പോൾ ഒരു വ്യക്തി പുറത്തിരുന്ന് ഓടി വന്നതുപോലെ ആരോ എൻ്റെ മുമ്പിൽ വന്നു. എൻ്റെ മുമ്പിൽ വന്ന ഉടനെ ഞാനിവിടെ ജീവൻ പോകുന്നു, എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്ന് എന്നെക്കൊണ്ട് ശ്രമിക്കുന്നിടത്തോളം ഞാൻ ശ്വാസം വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അദ്ദേഹം ഓടി വന്ന വ്യക്തി എന്നോട്, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, നീ മരിക്കില്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട, നീ മരിക്കില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് ശബ്ദമായിട്ട് അങ്ങ് എന്നോട് സംസാരിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ശബ്ദത്തിൻ്റെ വലിപ്പം കാഷ്വാലിറ്റി മുഴുവൻ എല്ലാവരും കേൾക്കാം, അത്ര ഭയങ്കര ശബ്ദമാണ്. എന്നിട്ടും എനിക്ക് വിശ്വാസം വരുന്നില്ല. നമ്മളിപ്പോൾ മരിക്കും എന്നുള്ള ഒറ്റൊരു ധാരണയില്ലാതെ വേറെ എനിക്ക് ഏതൊരു വിശ്വാസം വരുന്നില്ല. അപ്പോൾ വീണ്ടും ആ ശബ്ദം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നുവല്ലോ, ഞാൻ നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല, നീ ധൈര്യപ്പെടുക, നീ മരിക്കില്ല എന്ന് വീണ്ടും ശബ്ദമായിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. വേറെ ആരുമില്ല, യേശുവാണ്. എനിക്ക് ക്ലിയറായിട്ട് അറിയാം അത് യേശുവാണ്. 37 വർഷം യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഞാൻ ഈ ലോകത്ത് ജീവിച്ചു. എന്നിട്ടും എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം വരുന്നില്ല. ഈ സമയത്ത് എൻ്റെ ശരീരം മുഴുവനും ഞാൻ നോക്കുന്നു, എൻ്റെ ശരീരം മുഴുവനും യെല്ലോ കളറായി, മഞ്ഞ കളറായി. അതായത് മോശ മുച്ചെടിയുടെ മുമ്പേ നിൽക്കുമ്പോൾ മരുഭൂമിയിൽ ആ മുച്ചെടിയുടെ കത്തുന്ന തീയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മോശയുടെ ശരീരം എന്ത് കളറിൽ ഇരിക്കും, തീയുടെ മുമ്പിൽ നിൽക്കും, അതുപോലെ എൻ്റെ ശരീരം മുഴുവനും മഞ്ഞ കളറായിരിക്കുന്നു. ഞാൻ ഇതൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം വീണ്ടും കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നുവല്ലോ, സമാധാനമായിരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് എവിടെ സമാധാനം വരും? ഞാനിപ്പോൾ 2-3 സെക്കൻഡിൽ ഞാൻ മരിക്കും എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും കർത്താവ് പറഞ്ഞു, നോക്ക്, യോബ് തൻ്റെ ശരീരത്തിൽ കഷ്ടപ്പെട്ടു, പക്ഷെ അവൻ്റെ ജീവൻ എൻ്റെ കയ്യിലിരുന്നു, ഞാൻ അതിനെ പിശാചിൻ്റെ കയ്യിൽ കൊടുത്തില്ല. ഇപ്പോൾ നീ ശരീരത്തിൽ കഷ്ടപ്പെടുന്നു, പിശാചും അവൻ്റെ രാജ്യവും സന്തോഷിക്കുന്നു. അതുപോലെ യോബിന് അങ്ങനെ സംഭവിച്ചു, പക്ഷേ യോബിൻ്റെ ജീവൻ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തില്ല. അതുപോലെ നിൻ്റെ ജീവൻ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, നീ ധൈര്യപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു 20-25% ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായി. ഓക്കെ, ഞാൻ എങ്ങനെയും രക്ഷപ്പെടും, മരിക്കില്ല എന്ന്. വീണ്ടും ഞാൻ ഒരു നോർമലായില്ല, ഭയം എന്നിൽ നിന്ന് മാറിയില്ല എന്ന് കർത്താവ് മനസ്സിലാക്കിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ കപടമില്ലാത്തവരെ രക്ഷിക്കുന്ന ദൈവമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, കർത്താവേ, ഞാൻ കപടമില്ലാത്തവനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കർത്താവിനെ രക്ഷിക്കണേ, എൻ്റെ ജീവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, നിനക്കൊന്നും സംഭവിക്കില്ല, നീ മരിക്കില്ല, നീ ജീവനോടിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയം തന്നെ ഞാൻ പതുക്കെ പൂർണ്ണമായി ബെഡിൽ ഇരിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ ഡോക്ടേഴ്സ് വന്ന് വെന്റിലേറ്റർ എനിക്ക് ഫിറ്റ് ചെയ്തു. അപ്പോൾ അത് ഈ നമ്മുടെ സ്പേസിലൊക്കെ പോകുന്നവരെ പോലെ കംപ്ലീറ്റ് ആയിട്ട് അത് ബെൽറ്റൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്ത് ആ എയർ ഫ്ലോ ഭയങ്കര ഫാസ്റ്റായിട്ട് അടിക്കുന്നു എൻ്റെ മുഖത്ത്. ഞാൻ ഇവിടെ ശ്വാസിക്കാൻ പറ്റാതിരിക്കുകയാണ്, എന്നാൽ ആ എയറിൻ്റെ വലിപ്പം ഭയങ്കര ഫാസ്റ്റായിട്ട് ഒന്ന് അടിക്കുന്നു, എൻ്റെ മൂക്കിൽ കൂടി എൻ്റെ വായിൽ കൂടി അങ്ങ് അടിച്ചു പോകുന്നു. അപ്പം ഞാൻ ഡോക്ടേഴ്സിനോട് കൈ കാണിച്ചു, പ്ലീസ്
ഇത് വേണ്ട, ഇത് എടുത്തു കളയൂ, എനിക്ക് ഓക്സിജൻ മാത്രം ഇട്ടാൽ മതി എന്ന് പറയുന്നത് അവർ പറയുന്നില്ല സാറേ, നിങ്ങൾ മരണത്തോട് പോരാടുകയാണ്, പ്ലീസ് വെയിറ്റ്, കുറച്ച് നിമിഷം വെയിറ്റ് ചെയ്യൂ എന്ന് അവരെന്നെ പിടിച്ചു വച്ചിരിക്കുന്നു. കർത്താവ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ആ ബെഡിൽ കിടക്കാൻ തുടങ്ങി. അവർ ആ ബെഡിനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ അങ്ങനെ കിടന്നു. ഒരു 10-15 മിനിറ്റ് ആ വെൻറ്റിലേറ്റർ എനിക്ക് ഇട്ടിട്ട് ആ ശ്വാസം എനിക്ക് പൂർണ്ണമായി പോകാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ബ്ലീഡിങ് ഇല്ല, സർത്തലൊന്നുമില്ല, ചുമ ഒന്നുമില്ല. ഞാൻ ഫ്രീ ആയി. ഉടൻ തന്നെ എന്നെ അവിടെ ഇരുന്ന് എടുത്ത് നേരെ ഒരു ICU, അതൊരു സ്പെഷ്യൽ ICU ആണ്, അത് ICU അല്ല, ഇങ്ങനെയുള്ള ചോര വരുന്നവർക്കായിട്ടൊരു സ്ഥലം, അവിടെ എന്നെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. കർത്താവ് എന്നോട് കൃപ കാണിച്ചു. അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നടന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി. അടുത്ത് ഞാൻ ICUയിൽ ഉണ്ടായിരുന്നു. ഏതാണ്ടും ഇപ്പോൾ ഒരു 9 മാസങ്ങളായി ഞാൻ ഈ അവസ്ഥ കണ്ടിട്ട്. ഇപ്പോൾ ഞാൻ ഒരു 1.5 മാസമായിട്ട് നല്ല സൗഖ്യമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്നു. ഇതിൽ കൂടി ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു പെന്തക്കോസ്തേ കുടുംബത്തിൽ കേരളത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ മാതാപിതാക്കൾ പെന്തക്കോസ്തുകാരായിരുന്നു. എൻ്റെ അമ്മച്ചി പെന്തക്കോസ്തുകാരാണ്. ഫാമിലി എല്ലാവരും പെന്തക്കോസ്തുകാരാണ്. വളരെ ആത്മീയമായ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. എൻ്റെ ചെറുപ്രായം മുതൽ എനിക്കറിയാം ഈ വചനം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വചനം എൻ്റെ ചെറുപ്രായം മുതൽ എനിക്കറിയാം. അതുമാത്രമല്ല, നമ്മൾ ഏത് വീട്ടിൽ പോയാലും അവിടെ ഈ വചനങ്ങൾ കാണും. 32 വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഈ വചനം എത്രയോ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞ വാക്ക് പോലെ കർത്താവ് ചെയ്യുമോ എന്നുള്ളതിൽ നമുക്ക് സത്യം പറഞ്ഞ ഉറപ്പില്ല. കർത്താവ് ചെയ്യും എന്ന് നമ്മൾ പ്രസംഗിക്കും. എന്നാൽ എനിക്ക് എൻ്റെ അപകടത്തിൽ, എൻ്റെ കഷ്ടത്തിൽ ഇത് നടക്കുമോ എന്ന് നമുക്കറിയില്ല. ആ സമയം ഈ വചനം എനിക്ക് ഓർമ്മ ഒന്നുമില്ല. എന്നാൽ കർത്താവ് ആ വചനം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ആത്മാവിലുണ്ടായ ഒരു ഉണർവ് എങ്ങനെയെന്ന് വെച്ചാൽ, ദൈവം തൻ്റെ വചനത്തിൽ വിശ്വസ്തനാണ്. കർത്താവ് ഒരു വചനം പറഞ്ഞാൽ, ഒരു വാഗ്ദാനം പറഞ്ഞാൽ അത് നിവർത്തിക്കുവാനുള്ള ശക്തിയുള്ളവനാണ്. അവനത് ചെയ്യും. അവൻ ചെയ്യുവാനായിട്ട് വളരെ വേഗം ഒരുങ്ങി വന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ കണ്ടീഷൻസ് അപ്ലൈ ആണ്, ഞാൻ പിന്നെ പറയാം. ഇന്ന് എനിക്ക് ബൈബിൾ പഠിക്കുമ്പോൾ ഓരോ വചനവും ലൈവായിരിക്കുന്നു. അതായത് ഇപ്പോൾ എനിക്ക് നടക്കും. നിൻ്റെ രോഗങ്ങളെ ഞാൻ നിന്നെ വിട്ട് അകറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അകറ്റും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറഞ്ഞാൽ ഇപ്പം സൗഖ്യമാക്കും. അങ്ങനെ പ്രസന്റ് ടെൻസിൽ, ലൈവിൽ ഇപ്പോൾ തന്നെ എല്ലാ വചനവും നടക്കുന്നത് പോലെ ആ വചനങ്ങൾ ജീവനുള്ള വചനങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ അത് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളൊരു കഷ്ടപ്പാടിലുണ്ടായിരിക്കാം, ഒരു രോഗത്തിലായിരിക്കാം, വളരെ ഒരു ക്രൂരമായ ഒരു അവസ്ഥയിലായിരിക്കാം, പണക്കഷ്ടത്തിലായിരിക്കാം. എവിടെ ഇരുന്നാലും പഴയ നിയമത്തിൽ ഏതാണ്ട് ഒരു 5 പ്രാവശ്യവും പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 13:5 കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ആ ഒരു നാളും എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ വാക്കാണ്, കീവേഡാണ്. ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ സൗഖ്യമാക്കും, വീണ്ടും നിങ്ങളുടെ ജീവിതം കട്ടിപ്പണിതെടുക്കും, വീണ്ടും നിങ്ങളെ കർത്താവ് ഉപയോഗിക്കും. ഒത്തിരി ദേവദാസിമാരും വളരെ രോഗങ്ങളിൽ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നു. ദൈവം ഈ വചനപ്രകാരം എൻ്റെ കൂടെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നിന്നെ വിട്ട് ഒരു നാളും നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ ദൈവം നിങ്ങൾക്കും ആ വചനം തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ദൈവം. അതുകൊണ്ട് ഈ വചനപ്രകാരം കർത്താവ് നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ടില്ല, നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്നാൽ ഈ കഷ്ടപ്പാട് എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടമുണ്ടാകുമ്പോൾ
നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവ് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ഞാനും എൻ്റെ മനസ്സിൽ അത് തന്നെ വിചാരിച്ചു, ദൈവമേ എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിക്കുന്നു? ഇതെങ്ങനെ മാറും? എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യം നമ്മളെല്ലാവരും ചോദിക്കും. എന്നാൽ ബൈബിളിൽ ഒരു വ്യക്തി ഒരു ഭയങ്കരമായ ഒരു അനുഭവത്തിലേക്ക് കടന്നുപോയി. അദ്ദേഹം കർത്താവെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചില്ല, ഞാൻ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചു. അതാണ് പൗലോസ് സൗലായിരിക്കുമ്പോൾ ഡമസ്കസിൽ വെച്ച് കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. കണ്ണ് കാണാൻ പറ്റുന്നില്ല. യേശു സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിച്ചെന്ന് ചോദിച്ചില്ല, കർത്താവെ ഞാൻ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യോബിനെ പോലെ ശരീരത്തിൽ കഷ്ടപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം. നിർബന്ധമില്ല ഉണ്ടാകണമെന്ന്, കഷ്ടപ്പെടാം, ആർക്കും അത് ഉണ്ടാകാം. അങ്ങനെ ഒരു കഷ്ടമുണ്ടാകുമ്പോൾ ഒരു കാര്യം, ദൈവം നമ്മുടെ ജീവനെ പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കില്ല. മരണം ദൈവത്തിൽ നിന്ന് വരുന്നുവെങ്കിൽ സന്തോഷമായിട്ട് നമുക്ക് പോകാം. എന്നാൽ ഒരു രോഗത്തിൽ കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പിശാചാണ് നമ്മുടെ ജീവനെ എടുക്കുവാനായിട്ട് വരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കില്ല, ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. കർത്താവ് എടുത്തോളട്ടെ, ഏത് സമയമാണോ എടുത്തോളട്ടെ, അത് പ്രശ്നമില്ല. എന്നാൽ പിശാച് എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനോടുകൂടി എതിർത്ത് നിൽക്കുന്നത്. അപ്പം കർത്താവ് യോബിൻ്റെ ജീവിതത്തിൽ യോബിനെ കൈവിട്ടില്ല. എല്ലാം പോയി, കുടുംബം എല്ലാം കംപ്ലീറ്റ് നാശമായി. ഭാര്യയും അധികം മാത്രമുണ്ട്. വേദപണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നു, യോബിന് ഈ കഷ്ടപ്പാട് 70 വർഷങ്ങളുണ്ടായിരുന്നെന്നാണ്. ഇനിയും പലരും പറയുന്നു 7 വർഷമെന്ന്. പക്ഷേ അതൊരു കുറച്ച് കാലമല്ല, അതൊരു വലിയ കാലമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ദൈവം യോബിൻ്റെ ജീവൻ, ആത്മാവിനെ പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. പിശാച് ശരീരത്തിനെ ശരിക്ക് ഉപദ്രവിച്ചു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ശരീരത്തിനെ ഒരു രോഗം കൊണ്ട് അല്ലെങ്കിൽ ഒരു അപകടം കൊണ്ട് എന്തെങ്കിലും ഒന്നുകൊണ്ട് ഉപദ്രവിക്കാം. പക്ഷേ ഈ ഉപദ്രവങ്ങളിലും ദൈവം നമ്മുടെ ജീവനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിനെ സഹിക്കാം, സ്വസ്ഥമായി സഹിക്കാം. വേഗം നമ്മുടെ ജീവിതത്തിൽ ഒരു വൻ വിടുതൽ ഉണ്ടാകും എന്നുള്ള അറിവോടുകൂടെ ദൈവസമൂഹത്തിൽ നമുക്കിരിക്കാം. ദൈവം തീർച്ചയായും നമ്മെ വിടുവിക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളുടെ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ വിടുവിക്കും. കർത്താവ് വിടുവിക്കുന്ന ശക്തിയുള്ളവനാണ്. അടുത്ത്, ദൈവം നമ്മെ വിടുവിക്കേണ്ടതിന് ചില കാര്യങ്ങൾ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, അവസാനം കർത്താവ് എന്നോട് പറഞ്ഞത് സങ്കീർത്തനം 116:5 ആ വചനമുണ്ട്, യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു എന്നാണ് ആ വചനം. അല്പബുദ്ധികളെ പാലിക്കുന്നു. പക്ഷേ അത് ശരിയായ ഒരു ട്രാൻസ്ലേഷൻ അല്ല മലയാളത്തിൽ. ഇംഗ്ലീഷിൽ, തമിഴിലൊക്കെ ദൈവം യഹോവ കപടമില്ലാത്തവരെ പാലിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞ അന്നു മുതൽ ഇന്നു വരെ കപടമായിട്ട്, കള്ളത്തനമായിട്ട് ഒരു കാര്യം ചെയ്യാറില്ല. എൻ്റെ ജീവിതത്തിലും ചെയ്യാറില്ല, വേറെ വ്യക്തികളോടും ചെയ്യാറില്ല, ശുശ്രൂഷയിൽ ചെയ്യാറില്ല. ഒന്നിലും, ഒരു കാര്യത്തിലും കപടം, കള്ളത്തനം, അസൂയ എന്നുള്ള ഒരു സ്വഭാവവും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളും കണ്ടു കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ ബൈബിൾ പഠിക്കുമ്പോൾ നീതിമാന്മാർക്ക് എന്തൊക്കെ സംഭവിക്കും, കപടമില്ലാത്തവർക്ക് എന്തൊക്കെ സംഭവിക്കും, വിശുദ്ധന്മാർക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവം വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ബൈബിളിൽ ഇരിക്കുന്ന പ്രോമിസുകളെല്ലാം ജനറലുണ്ട്, പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തിക്കും പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ, പ്രോമിസുകളാണ് ഏറ്റവും കൂടുതലിരിക്കുന്നത്. അതിൽ നീതിമാന് എന്ത് സംഭവിക്കും, നിഷ്കളങ്കന് എന്ത് സംഭവിക്കും. കർത്താവ് അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ദൈവത്തിന് ആ സ്വഭാവം ഇഷ്ടം.
ആ സ്വഭാവം ഇരുന്നു കഴിഞ്ഞാൽ ദൈവം അവരുടെ കൂടെ ഇനിയും വളരെ സ്നേഹത്തോടെ നടക്കും. ദൈവം അവരെ ഇനിയും സഹായിക്കും, അനുഗ്രഹിക്കും. അത് കണ്ടാണ് കർത്താവ് ഇങ്ങനെയുള്ള ഗുണങ്ങളെ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വരങ്ങളിൽ ഭയങ്കര താല്പര്യമാണ്. വരങ്ങൾ വേണം, വരങ്ങൾ കിട്ടിയാൽ കൊള്ളാം. ഒരു ഹീലിംഗ് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങളെ നമുക്ക് സൗഖ്യമാക്കാം. പ്രവചന വരമുണ്ടായിരുന്നാൽ പ്രവചിക്കാം, ശുശ്രൂഷ മണ്ഡലത്ത് കയറിപ്പോകാം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഈ വരങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, വരങ്ങൾ കൂടി ജനങ്ങൾ വിടുവിക്കപ്പെടുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു. അതിലേതൊരു മാറ്റവുമില്ല. കർത്താവ് പറയും സൂപ്പർ, വെൽഡൻ എന്ന് പറയും. എന്നാൽ ദൈവം വളരെ ശ്രദ്ധിച്ച് നോക്കുന്നത് നമ്മുടെ ഗുണങ്ങളാണ്, ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവിൻ്റെ ഫലം, ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലിരിക്കുന്നത് കർത്താവ് അടുത്തിരുന്ന് രസിക്കും. ഞാൻ അതിനെ ഏറെ കാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നു. കർത്താവ് ഗുണങ്ങളെ വളരെ അടുത്തിരുന്ന് രസിക്കുന്ന വ്യക്തി മാത്രമല്ല, അതിനുള്ള റിവാർഡ്, ഫലം ദൈവം അവർക്ക് കൊടുക്കും. സങ്കീർത്തനം 32:2 ഇങ്ങനെ പറയുന്നു, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടം ഇല്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 5:6 ഇങ്ങനെ പറയുന്നു, ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും, രക്തപാതകവും ചതിയുമുള്ളവർ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം കർത്താവിന് അറപ്പാ. ദൈവത്തിന് അത് ഇഷ്ടമില്ല. ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്കിരുന്നാൽ നമ്മുടെ കഷ്ടകാലത്ത് ദൈവം നമ്മെ സഹായിക്കില്ല, വിട്ടുകളയും. അങ്ങനെയാണ് ഒത്തിരി പേര് ദൈവത്തിൻ്റെ സഹായം കിട്ടാതെ പോകുന്നത്. ഇതെൻ്റെ ജീവൻ ഈ കർത്താവ് രക്ഷിച്ചത് ഇത് ആദ്യമായിട്ടല്ല. ഇതുപോലെ ഞാൻ നൂற்றுകണക്കിൽ പ്രാവശ്യം മരണത്തിൻ്റെ ഏതാണ്ട് വാതിൽ വരെ പോയിട്ട് ഞാൻ തിരിച്ചു വന്ന വ്യക്തിയാണ്. ഓരോ പ്രാവശ്യവും കർത്താവ് തന്നെ എന്നെ വിടുവിക്കുകയും കർത്താവ് തന്നെ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. സങ്കീർത്തനം 55:22-23 വായിക്കുമ്പോൾ, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. ഒരു നാളും സമ്മതിക്കില്ല. അപ്പോൾ നമുക്കെങ്ങനെ ജീവിക്കണം? നീതിമാനായി ജീവിക്കണം, സകലത്തിലും നീതി ചെയ്യണം. അനീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്, നമ്മുടെ വീട്ടിലുണ്ടായിരിക്കരുത്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്യുകയും ഏവരോടും, പ്രത്യേകിച്ച് പാവപ്പെട്ടവരായാലും ശരി, ഐശ്വര്യവാന്മാരായാലും ശരി, പഠിത്തമുള്ളവർ പഠിത്തമില്ലാത്തവർ എങ്ങനെയുള്ളവരായാലും ശരി, അവരോട് സ്നേഹം കാണിക്കുവാനും അവർക്ക് സൗമ്യത കാണിക്കാനും അവർക്ക് നന്മ ചെയ്യുവാനല്ലാതെ ഒരു മനുഷ്യർക്കും ഒരു തീമയും ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടേയില്ല. 23-ാം വചനം പറയുന്നു, ദൈവമേ നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും, രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുഷിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല, ഞാനോ നിന്നിൽ ആശ്രയിക്കും. പ്രിയപ്പെട്ട ദൈവജനങ്ങളെ, ശുശ്രൂഷകന്മാരെ, ശുശ്രൂഷക്കാരികളെ, ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വാക്ക്, കർത്താവിന് പ്രസാദമുള്ള ജീവിതം ജീവിപ്പിൻ. സൽഗുണങ്ങളെ, ആത്മാവിൻ്റെ ഫലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവിൻ. ഏതൊരു തിന്മയും നിങ്ങളുടെ ജീവിതത്തിലില്ലാതെ നിങ്ങൾ നോക്കുവിൻ. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. നിങ്ങളുടെ കഷ്ടത്തിൽ ദൈവം നിങ്ങളെ വിടുവിക്കും. ഒത്തിരി പ്രാർത്ഥനയേക്കാൾ നല്ലതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട സ്വഭാവങ്ങൾ. ബൈബിൾ മുഴുവനും നോക്കുവിൻ. ദൈവം ആരെയൊക്കെ അനുഗ്രഹിച്ചു, ആരോടുകൂടെ നടന്ന്, ദൈവം ആരുടെ പ്രാർത്ഥനകൾ കേട്ട്, എല്ലാവരും നല്ല സൽഗുണമുള്ളവരാണ്, നല്ല പ്രവൃത്തിയുള്ളവരാണ്. കർത്താവ് അതിൽ വളരെ സന്തോഷിച്ചു, അവർക്ക് നന്മ ചെയ്തു. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സഭയ്ക്കും കർത്താവ് നന്മ ചെയ്യും, നിങ്ങളെ വിടുവിക്കും.
കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾക്കൊരു നല്ല ജീവിതം കർത്താവ് വച്ചിരിക്കുന്നു. ആ ജീവിതത്തിനു വേണ്ടി കർത്താവിന് ഇഷ്ടപ്പെട്ട പ്രകാരമായുള്ള ഒരു ജീവിതം ചെയ്യുവാൻ ശ്രമിപ്പിൻ. ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഏതാണ്ട് 9 മാസങ്ങൾ എനിക്കായിട്ട് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ ഒരു പ്രാവശ്യം കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.